നമ്മൾ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ബേപ്പൂര് മാറും അല്ലേ? ബേപ്പൂരിന്റെ സുൽത്താൻ എന്നൊക്കെ പറയണ പഴയ സുൽത്താൻ പുതിയ സുൽത്താൻ വന്നിട്ടുണ്ട് എന്നാണ്. ഉഷാറല്ലേ? ഉഷാറാണ്, സൂപ്പറാണ്. നമ്മൾ ആൾക്കാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് മാറണം എന്ന് പറയുന്ന കുറെ ആൾക്കാർ, മാറണ്ട എന്ന് പറയുന്ന കുറെ ആൾക്കാർ. ഞാൻ ബോർഡ് നോക്കിയപ്പോൾ കണ്ടതാ, നാട് മാറ്റിയ നാട്ടുകാരൻ എന്നാണ് റിയാസ് പറയുന്നത്. ബേപ്പൂര് മാറണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ആ ഒരു ബോർഡ് നിങ്ങൾ കണ്ടു? കണ്ടു. അതിന് തൊട്ടപ്പുറത്തുണ്ട് നാടിനെ ഊറ്റിയ മറുനാട്ടുകാരൻ. അത് കണ്ടില്ല? അതുകൂടി ഷൂട്ട് ചെയ്യാൻ പറയണോ? നാടിനെ ഊറ്റിയ മറുനാട്ടുകാരൻ. ആ ബോർഡുകൾ ജനങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കൗണ്ടർ ജനങ്ങൾ സത്യം പറഞ്ഞു എത്രേ ഉള്ളൂ. ശരിക്കും ഉള്ളതാണോ? ഓ, ശരിക്കുള്ളതല്ല. തെരഞ്ഞെടുപ്പിലെ ബേപ്പൂർ ഇറങ്ങുമ്പോഴേ നിലമ്പൂരിന്റെ മലയോര മേഖലയിൽ നിന്ന് തീരത്തോട്ട് വരുമ്പോഴേ ഒരു അപരിചിതമായ ഒരു സ്ഥലമാണോ ഇത്? അതായത് വന്യമൃഗശല്യം, മലയോരത്തെ കർഷകര്, അവരുടെ പ്രശ്നങ്ങളായിരുന്നല്ലോ PV എന്നവർ എപ്പോഴും ഉയർത്തിയത്. ഇവിടെ വരുമ്പോൾ അത് വേറൊരു വിഭാഗം മനുഷ്യരും അവരുടെ പ്രശ്നങ്ങൾ വേറെയും ചിലതാണ്. സത്യത്തിൽ രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ പോലും മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന കാർഷിക പ്രശ്നങ്ങളും വന്യമൃഗ പ്രശ്നങ്ങളും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ മൊത്തത്തിൽ. അതേ അവസ്ഥ തന്നെയാണ് കടലോര മേഖലയിലെ അവരുമായി ബന്ധപ്പെട്ട ജീവിത പ്രശ്നങ്ങൾ. അവർ തിരിഞ്ഞു നോക്കുന്നില്ല, അതൊരു വസ്തുതയാണ്. ഇപ്പോൾ നമ്മൾ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന അവരുടെ ജീവിത നിലവാരത്തിൽ നിന്ന് അവർ താഴേക്ക് പോയിരിക്കുകയാണ്. സർക്കാർ കൊടുത്തിരുന്ന സകലമാന സബ്സിഡികൾ നിർത്തലാക്കി. മണ്ണെണ്ണയില്ല, ഡീസലില്ല. കുട്ടികൾക്ക് കൊടുത്തിരുന്ന സ്കോളർഷിപ്പ് കഴിഞ്ഞ 3.5 വർഷമായി കിട്ടുന്നില്ല. അവർക്ക് സ്പെഷ്യൽ റേഷൻ കിട്ടുമായിരുന്നു, അത് കിട്ടുന്നില്ല. അതിലേറെ ഏറ്റവും വലിയ വിഷയം മലയോരത്ത് വനനിയമങ്ങൾ എങ്ങനെയാണോ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത്, കെട്ടിടം നിർമ്മിക്കുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും, അതിലേറെ ഇഷ്യൂസാണ് CRZ നിയമങ്ങൾ. കോസ്റ്റൽ റെഗുലൈസേഷൻ സോൺ നിയമങ്ങൾ അതിശക്തമായിട്ട് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ നിൽക്കുന്ന ചാലിയം ഫിഷ് ലാൻഡ്, നമ്മളിപ്പോൾ ബേപ്പൂർ ഫിഷ് ലാൻഡില്ല, ചാലിയം ഫിഷ് ലാൻഡിൻ്റെ ഭൂമി ഫോറസ്റ്റിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അവരെ ഒരു ഡെവലപ്മെൻറ്റ് നടത്താൻ അവർ സമ്മതിക്കുന്നില്ല എന്നാണ് ഈ പറയുന്ന മന്ത്രി അടക്കം പറയുന്നത്. ഇപ്പോൾ ജനങ്ങൾ എന്നോട് ചോദിക്കുന്നത്, തുരങ്കപാത നിർമ്മിക്കാൻ 1000-ഓളം ഏക്കർ ഭൂമി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിലീസ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു 25 ഏക്കർ സ്ഥലം റിലീസ് ചെയ്ത് കിട്ടിയാൽ ഈ ചാലിയത്തെ പ്രശ്നങ്ങൾ തീരും. പക്ഷേ ഇതേ മന്ത്രിയും ഇതേ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിൽ പോയിട്ടാണ് മലയോര പാത തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ വാങ്ങിക്കുന്നത്. ഞങ്ങൾ ഈ പട്ടിണി പാവങ്ങൾക്ക് ഈ 25 ഏക്കർ എന്തുകൊണ്ടാണ് ഇവർക്ക് വിട്ടുതരാൻ കഴിയാത്തതെന്ന് പറയുന്നു. പരിശ്രമത്തിന്റെ 10-1 പോലും ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെയും ഫോറസ്റ്റ് കിടക്കാണ്. കടലിൽ എന്താ ഫോറസ്റ്റിന് കാര്യം? ഇവിടെ 1-2 കണ്ടൽ മരങ്ങളുണ്ട്, അതിന്റെ പേരും പറഞ്ഞ് ഇവിടുത്തെ ഈ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു കക്കൂസ് കുഴി കുഴിപ്പിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. ഇവിടുത്തെ ഒരു വീടുകൾക്കും പ്ലാൻ കിട്ടുന്നില്ല. ഈ നിൽക്കുന്ന ഈ പോർട്ടിന്റെ ചുറ്റും നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെയൊക്കെ എക്വയർ ചെയ്തിട്ടിരിക്കുകയാണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. 100 കണക്കിന് ഏക്കർ സ്ഥലം, അതിലൊക്കെ വീടുകളാണ്. ആ വീട്ടുകാർക്ക് ആ സ്ഥലം വിൽക്കാനോ വാടകയ്ക്ക് കൊടുക്കാനോ ഈ പറയുന്ന ലോൺ എടുക്കാനോ ഒന്നും സാധ്യമല്ലാത്ത അവസ്ഥയാണ്. ഇത് ശരിക്കും ഇവിടുത്തെ വോട്ടർമാർ PV എന്നവരുമായിട്ട് സംസാരിച്ചപ്പോൾ ബോധ്യമായത് കാര്യമാണോ? അവർക്കിതൊരു ശരിക്കും ഒരു വിഷയമായി തോന്നുന്നു. മറുഭാഗത്തെ പ്രചരണം പുലിമുട്ടുണ്ട്, ബേപ്പൂരിന്റെ മുഖച്ഛായ മാറി, ഒരുപാട് കാര്യങ്ങൾ നടന്നു. അത് 2 പക്ഷക്കാരും പറയുന്നുണ്ട്, കുറച്ചൊക്കെ കാര്യങ്ങൾ നടന്നു, പക്ഷേ അടിസ്ഥാന പ്രശ്നം അഡ്രസ്സ് ചെയ്തില്ല എന്നാണ്. അടിസ്ഥാന വിഷയം അഡ്രസ്സ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇവിടെ നടക്കുന്ന ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് എന്നിപ്പം അരുൺജി പറഞ്ഞല്ലോ, ഇതിനെ പരിശോധിച്ച് നോക്കിയാൽ ജനങ്ങൾ വ്യാപകമായി പറയുന്നത് ഇതിന് മുഴുവൻ അഴിമതിയാണ്, വ്യാപകമായ അഴിമതി. ഇപ്പോ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം തന്നെതാ, അന്നത്തെ അതായത് 4 മിനിറ്റ് വീഡിയോ ചെയ്യാൻ 39 ലക്ഷം രൂപ ചെയ്തു എന്ന് താങ്കൾ ഒരു വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഈ രീതിയിൽ എവിടെയൊക്കെ പണം അടിച്ചു മാറ്റാൻ സാധിക്കുമോ അത് മാറ്റിയിട്ടുണ്ട്. വരുൺജി ഇപ്പൊ വരുന്നത് പുലിമുട്ടെന്നാണല്ലോ, നിങ്ങൾ അവിടെ ടോയ്ലറ്റ് കണ്ടോ? ഒരു വണ്ടി നിർത്താനുള്ള സൗകര്യം ഉണ്ട്, ഒരു ഒറ്റ വണ്ടി നിർത്താനുള്ള സൗകര്യം പാർക്കിംഗ് ഉണ്ടായിട്ടില്ല. നമ്മൾ ഇതുപോലുള്ള ഒരു പ്രോജക്ട് ചെയ്യുമ്പോൾ വാഹന പാർക്കിംഗ് ആണ് പ്രധാന പ്രശ്നമാണല്ലോ. 1 സെന്റ് ഭൂമി അതിന് മാറ്റിയിട്ടില്ല. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്തില്ല. 1. 2, ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളിൽ അഴിമതിയുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഞാനൊരു ചലഞ്ച് ചെയ്തോട്ടെ, ബോട്ടിൽ കയറാൻ ധൈര്യമുണ്ടോ? എന്താ സംശയം? ബോട്ടിൽ നമ്മൾ നീന്തല്ലോ, നീന്താൻ ധൈര്യമുണ്ടോ? അതെങ്ങനെ നിലമ്പൂരിൽ നിങ്ങൾ നീന്തൽ പഠിച്ചത്? ഞാൻ ചാലിയാറിന്റെ തീരത്താണ്. ചാലിയാർ മാത്രമല്ല
പീനിയർ ചാലിയാറിന്റെ പുഴയെന്ന് പറഞ്ഞപ്പോഴേ അന്ന് നിലമ്പൂരിലെ ഈ പ്രളയം ഉണ്ടാകുന്ന സമയത്ത്, വയനാട്ടിൽ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് PV അൻവർ ഒറ്റയ്ക്ക് നിന്ന് അവിടെ, അന്ന് DYFI പ്രവർത്തകരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് എല്ലാ പ്രവർത്തകരും ഉണ്ടായിരുന്നു, അവർക്കൊപ്പം നിന്ന് എത്ര മൃതദേഹങ്ങളാണല്ലേ അന്ന് ആ ഭാഗത്ത് എടുത്തത്. അത് നമ്മളുടെ മറക്കാൻ പറ്റില്ല. ഞാനത് മറന്നുപോയി. ചാലിയാറിന്റെ തീരത്താണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ തെറ്റാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്.